ചെമ്പനീർ പൂവിൽ നാളെ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ സച്ചിയും രവിയും സംസാരിക്കുകയാണ്. അവൾ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് അവളെ പുറത്താക്കാനായിട്ട് കഴിയും എന്ന് കരുതി അവൾ പണക്കാരിയല്ല, പാവപ്പെട്ടവളാണെന്ന് കരുതി പുറത്താക്കാനുള്ള റൈറ്റ്സൊന്നും നമുക്കില്ല. നമുക്കവളെ തിരികെ വിളിച്ചാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതിയാണെങ്കിൽ പറയുന്നുണ്ട്, അത് ഒരിക്കലും നടക്കില്ല രവിയേട്ട, ഞാനതിന് ഒരിക്കലും സമ്മതിക്കില്ല. ആ പെരുങ്കള്ളിയെ, ആ പഠിച്ച കള്ളിയെ ഇനി എൻ്റെ വീട്ടിലേക്ക് കയറ്റാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. അത് കേട്ടാ നമ്മുടെ രവിയാണെങ്കിൽ, ചന്ദ്രൻ നീ എന്തൊക്കെയായി പറയുന്നത്, അതൊന്നും ശരിയല്ല കേട്ടോ, പണം കണ്ടാണോ ആൾക്കാരെ വിലയിരുത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഞാൻ പണം കണ്ട് തന്നെയാണ് ആൾക്കാരെ വിലയിരുത്തുന്നത്. ഇനി അവളെ ഇവിടേക്ക് കയറ്റാനെങ്ങാനും നിങ്ങൾ ആരെങ്കിലും തീരുമാനിച്ചാൽ ഇവിടെ ചോരപ്പുഴയൊഴുകും എന്ന് പറയുന്നു. രവിയേട്ടൻ എന്തുകൊണ്ട് ഈ കാര്യം പറഞ്ഞില്ല എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ എന്ന് പറയുന്നു. ഇവിടെ സുധിയാണെങ്കിൽ വളരെയധികം ടെൻഷനിലും ഡിപ്രഷനിലുമാണ്. സുധിയെ സമാധാനിപ്പിക്കാനായിട്ട് ഒടുവിൽ സച്ചി എത്തുകയാണ്. എടാ വിട്ടുകളയടാ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലൊന്നും വേണ്ട, നിനക്ക് കൂട്ടായിട്ട് നിൻ്റെ കൂടെയായിട്ട് ഞാനില്ലേടാ എന്ന് ചോദിക്കുമ്പോൾ സച്ചി നല്ലവനാണെന്നും തൻ്റെ സഹോദരനെ സുധി തിരിച്ചറിയുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിനിടയിൽ സുധിയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു സച്ചിയെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സുധിക്കും ഒരു ചെറിയ ആശ്വാസം ലഭിക്കുന്നുണ്ട്. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണേ പ്രേക്ഷകരെ. കൂട്ടുക.